ഇപ്പൊ പല ആൾക്കാർ ചോദിക്കും എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്, എനിക്കൊന്നും പറ്റില്ല, ഞാൻ സേഫ് ആയിട്ടാണ് നടക്കുന്നത്, ഞാൻ അങ്ങനെയുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നത്, എനിക്കൊരു അൺസർട്ടിനിറ്റി ഉണ്ടാവത്തില്ലെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇപ്പോൾ എനിക്ക് ഇൻഷുറൻസ് ഞാൻ ഈ പൈസ ഒരു വർഷത്തിനുള്ളിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്കത് നഷ്ടമല്ലെന്ന് വിചാരിക്കുന്നു. അവിടെ ഒരു ഫൺ ഫാക്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു 500 രൂപ വെച്ച് മന്ത്ലി നമ്മൾ കൊടുക്കാന്ന് വെച്ചു. ഇത് ആർക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻഷുറൻസിന് മന്ത്ലി പ്രീമിയം കൊടുക്കുക. ഒരു വർഷം ആകുമ്പോൾ 6000 രൂപയാവും. 6000 രൂപ ഉണ്ട് നമ്മളൊരു 84 വർഷം അടച്ചാലേ ഇപ്പം 500 രൂപയ്ക്ക് കിട്ടുന്ന പ്രീമിയം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഒരു വർഷം 5 ലക്ഷം രൂപ വരെയുള്ള ക്ലെയിം ആശുപത്രിയിൽ നമുക്ക് തരും. നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ നമുക്ക് കിട്ടും. അപ്പൊ 5 ലക്ഷം രൂപയ്ക്ക് 500 രൂപയാണ് നമ്മൾ മന്ത്ലി കൊടുക്കേണ്ട പ്രീമിയം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ 84 വർഷം അല്ലെ 82 to 84 വർഷം എടുക്കും 5 ലക്ഷം രൂപയാവാൻ. അപ്പൊ നിരന്തരമായിട്ട് ഇൻഷുറൻസ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ 84 വർഷത്തിനുള്ളിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യല്ലോ, ആശുപത്രി പോവല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇൻഷുറൻസ് നഷ്ടമാവുന്നത്? അപ്പൊ ഒരിക്കലും ഇൻഷുറൻസ് നഷ്ടമല്ല. പക്ഷെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ഇൻഷുറൻസ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഗൂഗിളിൽ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ വാല്യൂ, ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഇൻഷുറൻസിനെ തന്നെ തിരഞ്ഞെടുക്കുക. വേറൊരു പ്രശ്നമില്ല.